ഹായ്. അപ്പോൾ ഈ പുഴേനെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് മുല്ലപ്പുഴ. അതായത് ഈ പുഴയ്ക്ക് വളരെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ കനോലി കനാലാണ്. പണ്ട് കാലങ്ങളിൽ ചരക്ക് വഞ്ചികളൊക്കെ പോയിരുന്നത്. അതായത് തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ ഈ പുഴയിലൂടെയാണ് പോയിരുന്നത്. ഈ പുഴയുടെ വീതി കണ്ടിട്ട് ആരും ഇത് തോടാണെന്ന് വിചാരിക്കരുത്. ഏറ്റവും നീളം കൂടിയ കനോലി കനാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി കാലം ഞങ്ങൾ ഇന്നലെ 3 ഫ്രണ്ട്സ് കൂടി പോയപ്പോൾ കിട്ടിയ മീനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഓരോ വീഡിയോകളായി ഞങ്ങൾ അടുത്ത ആഴ്ചയിലും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് നിർവ്വാണ. അതിനായിട്ട് നമുക്ക് ആദ്യം മീനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല കൂട്ടാം. രണ്ട് ടേബിൾ സ്പൂൺ മുളകും പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ 2 ചെറുനാരങ്ങ പിഴിഞ്ഞത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കരിമീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. 2 പുറത്തുനിന്ന് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഈ റെസിപ്പി ഷെഫ് പിള്ളയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മളെ കാളാഞ്ചി നമ്മളെ കായലിലെ ഏറ്റവും രാജാവ് എന്ന് അറിയപ്പെടുന്ന കാളാഞ്ചി. ഇതിനെ വളരെ നിഷ്പ്രയാസം കരക്കിൽ കയറ്റിയിട്ട നമ്മളെ ഫ്രണ്ട്സാണ്. അവിടെ നിന്നിട്ട് മീൻ വളരെ രസകരമായി നമുക്ക് മീൻ ഇത്ര ഭംഗിയിൽ വൃത്തിയാക്കി തന്നത്. അപ്പോൾ ഓക്കെ, മീനൊക്കെ നല്ല ഇതിൽ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എത്ര മിനിറ്റ്? ഒരു 20 മിനിറ്റോളം നമുക്ക് മീൻ ഇങ്ങനെ മസാല തേച്ച് വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമ്മൾ മീനൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഏകദേശം ഹാഫ് വെന്തിട്ടുണ്ട്. 1 സൈഡ് ഓക്കെ. കാളാഞ്ചി ചട്ടിയിലിട്ടിട്ടുണ്ട്. വാ, വേറെ
നമ്മളെ കാളാഞ്ചി ഒരു സൈഡ് ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട്. അടുത്ത ഫിഷ് നിർമ്മാണക്കുള്ള അടുപ്പ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അടുപ്പൊക്കെ വെറൈറ്റി ആണ് കേട്ടോ. നമ്മളെ നിർവ്വാണ സെറ്റ് ചെയ്യാനുള്ള ചട്ടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മള് ആദ്യം നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 3-4 പീസ് ഇഞ്ചിയുടെ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കരിമീൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നാളികേരത്തിൻ്റെ പാല് മേലെ ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് 3 പച്ചമുളകിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടുള്ളതാണ്, എന്നാലും ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിൻ്റെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മളെ തേങ്ങാപ്പാലൊക്കെ നന്നായി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. കരിമീൻ അതിലിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ സെറ്റായി വരികയാണ്. ഏകദേശം നമ്മളെ ഫൈനൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മറിച്ചിട്ട് കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി, അതായത് കരിമീൻ നിർവ്വാണ ഇത് സെറ്റായിട്ടുണ്ട്. അടുത്തായിട്ട് ഇനി കഴിച്ചു നോക്കിയിട്ട് ഇവരെന്തായാലും അഭിപ്രായം പറയട്ടെ. ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ റെഡിക്ക് ആ കുരുമുളകിൻ്റെ ഇതൊക്കെ ശരിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ നല്ല പുറ സൈഡിലുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരും. പിന്നെ നമ്മൾ കളാഞ്ചി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം ഇതേ പെട്ടെന്ന് ഇരുട്ടായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് കളാഞ്ചി ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ബൈ.